ഇന്ത്യയിലെ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമായ കൊച്ചി രൂപതയിലെ 36ാമത് അധ്യക്ഷനായിട്ട് റൈറ്റ് റവറൻ ഡോക്ടർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ ഇന്ന് അഭിഷിക്തനാവുകയാണ്. ആയിരക്കണക്കിന് വരുന്ന വിശ്വാസികൾ തിങ്ങി നിറഞ്ഞ സാന്റക്രൂസ് സ്ക്വയറിൽ വെച്ച് അഭിഷേക ചടങ്ങുകൾ നടക്കുമ്പോൾ ബഹുമാന്യനായ ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ ഇന്ന് വിശ്വാസ സമൂഹം തങ്ങളുടെ എല്ലാ ബഹുമതികളോടും കൂടെ വേദിയിലേക്ക് ആനയിക്കുകയാണ്. 300-ലധികം വരുന്ന വൈദികരും അൽമായരും ഒപ്പം തന്നെ വിവിധ രൂപതകളിൽ നിന്നുള്ള അഭിവന്യരായിട്ടുള്ള ബിഷപ്പുമാരും ചേർന്നുകൊണ്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുള്ള ജനസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അഭിഷേക ചടങ്ങുകൾ നടക്കുന്നത്. അഭിഷേക ചടങ്ങുകൾ ഏറ്റവും മനോഹരമായിട്ടും ഏറ്റവും ഭക്തി നിർഭരമായിട്ടും മുഴുവൻ ജനങ്ങൾക്കും കാണുവാനായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് കൊച്ചി രൂപതയുടെ ഈ 36ാമത്തെ ബിഷപ്പിൻ്റെ അഭിഷേക ചടങ്ങുകൾ നടക്കുന്നത്. ആ സമയത്ത് ദർശന സമൂഹം നിശ്ചലമാവുകയും നമ്മുടെ രൂപതയുടെ പരിപാവനമായ പൈതൃകത്തോടുള്ള ആദരസൂചകമായി 1505 കൊച്ചി രൂപതയിലെ ഇടവകകളെ 51 ഇടവകകളെ പ്രതിനിധീകരിക്കുന്ന ദർശനക്കുരിശാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് കടന്നു വരുന്നത്. ദർശനക്കുരിശും ഇടവകയുടെ പതാകയും പേപ്പർ വിഭാഗം എത്തിയിരിക്കുന്നവർ തലസ്ഥാനങ്ങളിലേക്ക് ഉപവിഷ്ടരായതിനു ശേഷം തിരുക്കർമ്മങ്ങൾ ഉടനെ തന്നെ ആരംഭം കുറിക്കുകയാണ്.
Vicario Episcopale pro Religiosus, et non Curiae Ecclesiae Sancti Iosef. കൊച്ചി രൂപതയുടെ 36ാമത്തെ പിതാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ സുദീർഘമായ ഒരു സ്നൈഹിക പാരമ്പര്യത്തിന്റെ സമകാലിക അവകാശിയായിട്ടാണ് ഞങ്ങളുടെ പ്രിയ സ്നേഹിതൻ ആന്റണി കാട്ടിപ്പറമ്പിൽ നിയോഗിക്കപ്പെടുന്നത് എന്ന സത്യം ഞങ്ങൾ ഓർക്കുന്നു. 1557 സ്ഥാപിതമായ ഈ രൂപത പോൾ നാരായണൻ മാർപ്പാപ്പയുടെ അനുഗ്രഹാശീർവാദത്തോടെ ആരംഭിച്ചു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1329 ആരംഭിച്ചെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടാതെ പോയ കൊല്ലം രൂപതയെ ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. ദൈവമഹാത്മാക്കളോട് ആലോചന ചോദിക്കുന്നു. ഈ രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ എഫ്രേം പറയുന്നത്, കർത്താവ് തിരഞ്ഞെടുത്തുയർത്തിയ അവിടുത്തെ അഭിഷിക്തനോട് ആലോചന ചോദിച്ചിട്ടാണ് ദൈവമായ കർത്താവ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന്. കർത്താവിന്റെ ആലോചന കേൾക്കാൻ തക്ക വിധത്തിൽ ഹൃദയങ്ങളെ ഒരുക്കുന്നതിൽ ഏർപ്പെട്ടക്കാരായ നമുക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോരിയുടെ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു വൃക്ഷം ഉണങ്ങി തുടങ്ങിയെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ വേരുകൾ വാടിത്തുടങ്ങി എന്നാണ്. ഒരു ജനത്തിന് വിശ്വാസം ക്ഷയിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവരെ നയിക്കുന്നവരുടെ വിശ്വാസത്തിന് ഇളക്കം തട്ടി എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ട ആന്റണി പിതാവെ, അങ്ങ് തിരഞ്ഞെടുത്ത ആപ്തവാക്യം എത്രയോ നല്ലതാണ്. ഗ്രാസിയാദേയി ഇത് കൂതുസും എന്നാണ്. ഞാൻ എന്തായിരിക്കുന്നു ആ ദൈവകൃപയാലാണ്. ആ തിരുവചനമാകട്ടെ അങ്ങയുടെ ജീവിതം. അമലേഖ്യരുമായുള്ള യുദ്ധത്തിൽ ജനത്തിനു വേണ്ടി വിജയത്തിനായി കൈപിരിച്ചു പിടിച്ചുവെന്ന് പ്രാർത്ഥിച്ച മോശ അങ്ങേക്ക് മാതൃകയാകട്ടെ. ജനമെല്ലാവരും നിലവിളിച്ച് കരഞ്ഞപ്പോൾ സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ നെഞ്ചത്തടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന മോശയും അഹരോനും അങ്ങയുടെ ഈ മാധ്യസ്ഥ ശുശ്രൂഷയ്ക്ക് മാതൃകയാകട്ടെ. നിലവിളിക്കാനുള്ള കഴിവ് അത് നമ്മുടെ കണ്ണീരിനെ ദൈവം വിലമതിക്കും എന്നുള്ളതിന്റെ സൂചനയാണ്. ഓർക്കുക, എത്ര ദൈവത്തിന്റെ സ്നേഹിതനാണ് എന്ന് പറഞ്ഞത് പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേമാണ്. എത്ര ദൈവത്തിന്റെ സ്നേഹിതനാണ്. അതേ രണ്ട് ഉദാഹരണമാണ് പറയുക. തന്റെ പ്രിയപ്പെട്ടവരോട് ആലോചന ചോദിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്യില്ല എന്ന് ആമോസിന്റെ പുസ്തകം 3-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. From Kochi, he came as the Archbishop Patriarch of Goa, and therefore I bring to you, Monsignor Anthony, the greetings of the entire Archdiocese of Goa and Daman. ദൈവത്തോട് വളരെ അടുപ്പമുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവാണ്. ആ പിതാവിനെ നിങ്ങളോട്ട് പ്രാർത്ഥിക്കണം. ജെറമ്യായുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ വചനം,
ഇപ്പോൾ കൊച്ചി രൂപതയിൽ പ്രധാനമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രിയപുത്രൻ ആന്റണി കാട്ടിപ്പറമ്പിലെ ദൈവദാസന്മാരുടെ ദാസനായ ലിയോ മെത്രാന്റെ അഭിവാദനവും അപ്പസ്തോലിക ആശീർവാദവും ബെനഡിക്ട് പതിനാറാം പാപ്പ പഠിപ്പിച്ചതുപോലെ കർത്താവിന്റെ വചനത്തിന്റെ വിവിധ രൂപങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് Let us pray, dearly beloved, that the loving kindness of Almighty God, providing for the welfare of the Church, will grant to this chosen one an abundance of His grace. Decrees that the one to be ordained bishop should be questioned in the presence of the people concerning his resolve to guard the faith and to discharge this office. Therefore, dear brother, do you resolve to carry out until death, with the grace of the Holy Spirit, the office entrusted to us by the apostles, and to be passed on to you through the laying on of our hands? I do. Do you resolve to proclaim the gospel of Christ faithfully and unfailingly? I do. Do you resolve to guard the deposit of faith pure and entire, according to the tradition preserved always and everywhere in the Church from the time of the Apostles? The ancient rule of the Holy Fathers decrees that the one to be ordained bishop should be questioned in the presence of the people concerning his resolve to guard the faith and to discharge this office. Therefore, dear brother, do you resolve to carry out until death, with the grace of the Holy Spirit, the office entrusted to us by the apostles, and to be passed on to you through the laying on of our hands? I do. Do you resolve to proclaim the gospel of Christ faithfully and unfailingly? I do. Do you resolve to guard the deposit of faith pure and entire, according to the tradition preserved always and everywhere in the Church from the time of the Apostles? I do. Do you resolve to build up the body of Christ, His Church, and to remain in her unity with the order of bishops, under the authority of the successor of the blessed Apostle Peter? I do. Do you resolve to render obedience faithfully to the successor of the blessed Apostle Peter? I do. Do you resolve as a devoted father to encourage the holy people of God and to guide them in the way of salvation, together with the priests and deacons, your fellow ministers? I do. Do you resolve, for the sake of the Lord's name, to reach out in kindness and mercy to the poor, to strangers, and to all those in need? I do. Do you resolve, as a good shepherd, to seek out the sheep who stray and to gather them
into the Lord's fold? I do. Do you resolve to pray without ceasing to Almighty? ഇല്ല ഇത് ഇപ്പോഴത്തെ നിലവിലുണ്ടായിരുന്ന പുള്ളിയില്ലേ ജെയിംസ് ആനമ്പ്രമ്പിൽ ഇത് ആ അത്രേ ഉള്ളൂ നിർത്തണമെങ്കിൽ എൻ്റെ കൈവേദനെടുക്കാന്ന് പറയും God and may God who has made you a share in the high priesthood of Christ himself pour out upon you the oil of mystical anointing and make you fruitful with an abundance of spiritual blessings. The seal of fidelity and adorned with undefiled faith, preserved unblemished, the bride of God, the receive the mitre and let the splendor of holiness shine in you. So that when the chief shepherd appears, you may merit to receive an unfading crown of glory.
മെത്രാൻ തൻ്റെ അച്ഛബലത്തിൻ്റെ കാവൽക്കാരനാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തൻ്റെ അച്ഛഭാരെ ശുശ്രൂഷ ഓർമ്മിപ്പിക്കുന്ന അംശവതി. Receive the crosier, the sign of the pastoral office, and keep watch over the whole flock in which the Holy Spirit has placed you as bishops to govern the Church of God. അഭിനന്ദനം ആന്റണി കാട്ടിപ്പറമ്പിൽ പിതാവിനെ മെത്രാന്മാരുടെ കുർബാനയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ അടയാളമായി ക്രിസ്തു സാഹോദര്യത്തിന്റെ ചുംബനം നൽകി.
രക്താജലത്തിലേക്ക് ഉയർത്തിയ ശുശ്രൂഷാതലങ്ങൾ അംഗീകരമായി എത്തിക്കണം. ജനങ്ങളുടെ അജപാലരുടെ ഹൃദയം അത് നയിക്കണമേ. അങ്ങനെ അജപാലകളുടെ അഹരണത്തിനനുസരണം ഒരിക്കലും കുറയാതിരിക്കുകയും അജപാല ശുശ്രൂഷ അജഗണങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ദൈവകൃപയാലാണ്. 1 കൊറിന്ത്യൻസ് 15:10. നല്ല മാതാപിതാക്കളിലൂടെ എനിക്ക് ജന്മം നൽകി, നല്ല വിശ്വാസമുള്ള കുടുംബത്തിൽ എന്നെ വളർത്തി, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പോലും അറിയാതെ എളിയവനായ എനിക്ക് അവിടുത്തെ വിശുദ്ധ പദ്ധതി ഒരുക്കി, അനുദിനം എൻ്റെ ഹൃദയഗതങ്ങളെ നിയന്ത്രിച്ച് മനസ്സ് പതറാതെ കാലുകളിടറാതെ ഈ നിമിഷം വരെ കാത്ത കാരുണ്യവാനായ കാരുണ്യപൂർവ്വം എന്നെ നയിച്ച് എൻ്റെ പരിമിതികളിലേക്കോ കുറവുകളിലേക്കോ നോക്കാതെ കൊച്ചി രൂപതയുടെ കാവലാകുവാൻ നല്ല ഇടയിൻ്റെ മേലിൽ അണിയിച്ച അനന്തനന്മ സ്വരൂപനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ അത്യന്തം സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു. 1 കൊറിന്ത്യൻസ് 15:10. നല്ല മാതാപിതാക്കളിലൂടെ എനിക്ക് ജന്മം നൽകി, നല്ല വിശ്വാസമുള്ള കുടുംബത്തിൽ എന്നെ വളർത്തി, ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പോലും അറിയാതെ എളിയവനായ എനിക്ക് അവിടുത്തെ വിശുദ്ധ പദ്ധതി ഒരുക്കി, അനുദിനം എൻ്റെ ഹൃദയഗതങ്ങളെ നിയന്ത്രിച്ച് മനസ്സ് പതറാതെ കാലുകളിടറാതെ ഈ നിമിഷം വരെ കാത്ത കാരുണ്യവാനായ കാരുണ്യപൂർവ്വം എന്നെ നയിച്ച് എൻ്റെ പരിമിതികളിലേക്കോ കുറവുകളിലേക്കോ നോക്കാതെ കൊച്ചി രൂപതയുടെ കാവലാകുവാൻ നല്ല ഇടയിൻ്റെ മേലിൽ അണിയിച്ച അനന്തനന്മ സ്വരൂപനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ അത്യന്തം സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ശിരസ്സ് നമിക്കുന്നു. 20,000-ലധികം വരുന്ന വിശ്വാസ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് റൈറ്റ് റവറൻഡ് ഡോക്ടർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ മെത്രാഭിഷേകം സ്വീകരിച്ചത്. മെത്രാഭിഷേകത്തിനെത്തിയ മുഴുവൻ വൈദികരും അദ്ദേഹത്തിൻ്റെ ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ ചൊല്ലി ആശംസകൾ നേരുകയായിരുന്നു. അതിമനോഹരവും ഭക്തി നിർഭരവുമായ കാഴ്ചകളായിരുന്നു ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. ആൻ്റണി കാട്ടിപ്പറമ്പിൽ പിതാവിന് മെട്രോ 7 ന്യൂസിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്.